നമസ്കാരം. ഓം 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 സർവമംഗളമംഗല്യേ ശിവേ സർവാർത്ഥസാധികേ ശരണ്യേ ത്രയംബകേ ഗൗരി നാരായണി നമോസ്തുതേ. ഓം മഹാദേവ്യൈ നമഃ. അധ്യായം 10 ശിവൻ്റെ വരദാനമാണ് പ്രതിപാദിക്കുന്നത്. എങ്ങനെയാണ് വ്യാസന് ശുഗൻ എന്ന പുത്രൻ ജനിച്ചതെന്ന് വിവരിക്കുന്നു. ആ കഥ പറയാമെന്ന് പറഞ്ഞ സൂതൻ ഋഷിമാരോട് ആ കഥ വിവരിക്കുകയാണ്. വ്യാസൻ പുത്രനെ നേടണമെന്ന ദൃഢനിശ്ചയത്തോടെ അത്യുഗ്രമായ തപസ് ചെയ്തു. മഹാമേരു ശിഖരത്തിലിരുന്ന് ഏകാക്ഷര മന്ത്രം ജപിച്ചുകൊണ്ട് പരാശക്തിയായ മഹാമായയെ ധ്യാനിക്കാൻ തുടങ്ങി. ആഹാരം വെടിഞ്ഞ് മഹാദേവനെയും സദാശിവനെയും ആരാധിച്ചുകൊണ്ട് 100 സംവത്സരം അദ്ദേഹം തപസ് ചെയ്തു. ശ്ലോകം 8 തുടങ്ങി പാരായണം ചെയ്യാം. ദശമോധ്യായ 10-ാം അധ്യായത്തിലെ ശ്ലോകം 8. ശക്തി സർവത്ര പൂജ്യേതി വിചാര്യ ച പുനഃ പുനഃ അശക്തോ നിന്ദ്യതേ ലോകേ ശക്തസ്തു പരിപൂജ്യതേ. ശക്തിയാണ് സർവത്ര പൂജിക്കപ്പെടുന്നതെന്ന് വീണ്ടും വീണ്ടും ആലോചിച്ചു. ലോകത്തെവിടെയും അശക്തൻ നിന്ദിക്കപ്പെടുന്നു, ശക്തനാവട്ടെ പൂജിക്കപ്പെടുന്നു. ശ്ലോകം 9, 10, 11 പാരായണം ചെയ്യാം. ശ്ലോകം 9. യത്ര പർവ്വതശൃംഗേ വൈ കർണികാരവനാത്ഭുതേ ക്രീഡന്തി ദേവതാ സർവേ മുനയച്ഛ തപോധികാഃ. ശ്ലോകം 10. ആദിത്യാവസവോ രുദ്ര മരുതച്ഛശ്വിനൗ തഥാ വസന്തി മുനയോ യത്ര യേ ചാന്യേ ബ്രഹ്മവിത്തമാഃ. ശ്ലോകം 11. തത്ര ഹേമഗിരേ ശൃംഗേ സംഗീതധ്വനിനാദിതേ തപച്ഛചാര ധർമാത്മാ വ്യാസ സത്യവതീസുതഃ. 9, 10, 11 ശ്ലോകങ്ങളുടെ അർത്ഥം. ഏത് പർവ്വത ശൃംഗത്തിലാണോ കർണികാരദ്രുമങ്ങൾ നിറഞ്ഞ അത്ഭുതവനമുള്ളത്, ദേവതകളെല്ലാം എവിടെയാണോ ക്രീഡിക്കുന്നത്, അത്യധികം തപസ്സുകളായ മുനിമാരുള്ളത് എവിടെയാണോ, അതുപോലെ തന്നെ ആദിത്യന്മാരും വസുക്കളും രുദ്രന്മാരും മരുത്തുകളും അശ്വനി ദേവന്മാരും മുനിമാരും മറ്റു ബ്രഹ്മജ്ഞാനികളും എവിടെയാണോ ഉള്ളത്, സംഗീതധ്വനിയാൽ സാന്ദ്രമായ ആ ഹേമഗിരിയുടെ ശൃംഗത്തിൽ ധർമാത്മാവും സത്യവതീസുതനുമായ വ്യാസൻ തപസ് അനുഷ്ഠിച്ചു. ശ്ലോകം 12. തതോസ്യ തേജസാ വ്യാപ്തം വിശ്വം സർവം ചരാചരം അഗ്നിവർണാ ജടാ ജാതാ പരാശര്യസ്യ ധീമതഃ. അങ്ങനെ തപസ്സനുഷ്ഠിക്ക് അദ്ദേഹത്തിൻ്റെ തേജസ് വിശ്വം മുഴുവനും വ്യാപിച്ചു. ബുദ്ധിമാനായ ആ പരാശരപുത്രൻ്റെ ജട അഗ്നിവർണമായി തീർന്നു. ശ്ലോകം 13. തതോസ്യ തേജ ആലക്ഷ്യ ഭയമാപശചീപതിഃ തുരാസാഹം തദാ ദൃഷ്ട്വാ ഭയത്രസ്തം ശ്രമാതുരം. വ്യാസൻ്റെ തേജസ്സുകൊണ്ട് ഇന്ദ്രന് ഭയമുണ്ടായി. ക്ഷീണിച്ച് അവശനായി ഭയപ്പെട്ട് വിറയ്ക്കുന്ന ദേവേന്ദ്രനെ കണ്ടിട്ട് എന്താണ് സംഭവിച്ചതെന്ന് അടുത്ത ശ്ലോകത്തിൽ നോക്കാം. ശ്ലോകം 14. ഉവാച ഭഗവാൻ രുദ്രോ മഖവന്തം തഥാ സ്ഥിതം കഥം ഇന്ദ്രാഭ്യഭീതോസി കിം ദുഃഖം തേ സുരേശ്വര.
അങ്ങനെ ഭയപ്പെട്ട് വിറയ്ക്കുന്ന ദേവേന്ദ്രനെ കണ്ടിട്ട് ഭഗവാൻ രുദ്രൻ അദ്ദേഹത്തോട് ചോദിച്ചു, ഹേ സുരേശ്വര, അങ്ങ് ഭയപ്പെട്ടിരിക്കുന്നുവല്ലോ. അങ്ങേക്കിപ്പോൾ എന്താണ് ദുഃഖം? 14 ശ്ലോകങ്ങൾ പാരായണം ചെയ്ത് കഴിഞ്ഞു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു.